ഈ ആൾക്കാർ എല്ലാവരും ഒന്നും പറയത്തില്ല. എന്താ അതായത് ഗൈസ് ഞങ്ങൾ കോട്ടയം വരെ പോവാണ്. കുറച്ച് അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്. എൻ്റെ കൂടെ അജീഷണ്ണനുണ്ട്, പിന്നെ ഹരിക്കുട്ടനുണ്ട്, പിന്നെ അനൂപണ്ണൻ ചവറയെന്നും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വിശേഷങ്ങളെല്ലാം കാണാം. അപ്പം നമ്മൾ കാർ ഷിഫ്റ്റ് ചെയ്ത് കേട്ടോ. നമ്മൾ സിയാസിലോട്ട് മാറി. അതൊന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. കാരണം അത് ഈ വീഡിയോയുടെ കാര്യം എപ്പോഴും മറന്നു. ഞാൻ അങ്ങനെ വ്ലോഗ് എടുക്കാറില്ല. എന്നിട്ട് അജീഷണ്ണൻ പോലും ഓർത്തില്ല എന്നുള്ള കാര്യമാണ് സത്യം. കാരണം നമ്മൾ ആ കാർ ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ ഷിഫ്റ്റ് മാറ്റിയിട്ട് നമ്മളിപ്പോൾ എടുത്തേക്കെന്ന് പറഞ്ഞാൽ ഓക്കെ. ഇനി നമുക്ക് പോയി അവിടെ ചെന്നിട്ട് കാണാം. അല്ല, ചായ കുടിക്കാൻ നേരം കാണാം. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എത്തിയതാണ്. നമ്മുടെ പേര് സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണക്കാലം. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ കോട്ടയത്തുള്ള ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പല പാട്ടുകളിലും കേട്ടിട്ടുണ്ട് ആ വരികൾ കാണുന്ന രീതിയിലുള്ള. പിന്നെ ആകുമ്പോഴേക്ക് എന്ത് രസം നോക്കി. രക്ഷയില്ല കേട്ടോ. നല്ല ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. വണ്ടികൾ കിടക്കുന്നുണ്ട്. അമ്പലം നോക്കി എന്ത് രസമാണ് കാണാൻ. പോയാലും കാളയും പശുവിനെയും കണ്ടുപിടിക്കും. എവിടെയാണ് കാള നടക്കുന്നത്? അവൻ്റെ താണ്ടെ. എഞ്ചിനീയർ പഠിച്ചാൽ മലയാളം അത്രയല്ല. ശക്തിക്കാർക്കുള്ള കുളം. ശക്തിക്കാർ ശാന്തിക്കാരനാ വായിച്ചേ. പേടിയെടുക്കുന്നുണ്ടോ? കാള മുമ്പിൽ കൊണ്ട് അവനെ ആക്കി ഞങ്ങൾ ഞൂരുന്നു. പേടിച്ച് ഓടി വരുക. ഇവിടുത്തെ ശിവന്റെ അമ്പലങ്ങളിലെല്ലാം കാണുമല്ലോ, മിക്ക അമ്പലങ്ങളിലും. അതായത് നന്ദി എന്നാണ് പറയുന്നത്. കാളയാണല്ലോ ശിവന്റെ വാഹനം എന്നാണ് ഐതിഹ്യത്തിൽ മനുഷ്യർ വിശ്വസിക്കുന്നത്. അപ്പോൾ അതാണ് സംഭവം. പന്തൽ എന്ന് വെച്ചാൽ ഇതാ പന്തൽ കേട്ടോ. എത്ര ആൾക്കാർക്ക് നിൽക്കാൻ നോക്കേ. ഇവിടുന്ന് അങ്ങ് വരെ നല്ല ദൂരത്ത് കണ്ട്. പിന്നെ 3x ഇട്ട് കാണിച്ചു തരാം. എന്നിട്ടുണ്ട് ഇത്രയും ദൂരത്തായി നിൽക്കുന്നത്. അവിടെ അജീഷൻ്റെ ഒക്കെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രമാത്രം വലിപ്പം ഉണ്ടെന്നുണ്ട് ഈ പന്തലിന്. ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ടോ. കുറച്ച് സമയമെടുത്ത്. പക്ഷേ തൊഴുതിറങ്ങി അടുത്ത അമ്പലത്തോട്ട് പോവുകയാണ്. അതുകൊണ്ട് അജീഷണൻ എൻ്റെ ഇടയ്ക്ക് എന്തോ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് എന്തോ കടയിലോട്ട് കയറി. എടുത്തോ. നമ്മൾ അരുവിക്കൽ അമ്പലത്തിൽ എത്താറായി കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള കൊച്ചു വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുക. വിഷ്ണു അരുവിക്കൽ ആളുകൾ കൂടിയിരിക്കുന്നു. നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അരുവിക്കൽ. അല്ല, വണ്ടി ഇടുന്ന അവിടെ കിടാലോ. അങ്ങനെ ഞങ്ങൾ അരുവിക്കൽ അമ്പലത്തിൽ എത്തി. ആ കാണുന്നതാണ് അമ്പലം. ഇവിടെയാണ് പാർക്കിംഗ്. ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കണം. ഓക്കെ, അവിടെ എത്തിയിട്ടാണ്. നല്ല ചീവടിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു V3 ഇരിക്കുന്നു. നല്ല രീതിയിൽ കാണാൻ നല്ല രസമുണ്ട്. വണ്ടി പ്രാന്തനാണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കും വരുമ്പോഴേ. ആണ്ടേ അമ്പലം. അങ്ങനെ നമ്മൾ അരുവിക്കൽ അമ്പലത്തോട്ട് തോർത്ത് വെച്ചോടുണ്ട് കുളിക്കാൻ വരുന്നവർക്ക്. അജീഷന്റെ അമ്മൂമ്മയെ തിരക്കിയതാ. അമ്മൂമ്മയെ തിരക്കിയതാ. അജീഷന്റെ അമ്മൂമ്മ ഫേമസ്. അജീഷന്റെ കൈ. അങ്ങനെ നമ്മൾ അരുവിക്കൽ അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് വെള്ളമാണ്. ഇത് ക്രോസ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകാൻ. എനിക്ക് ആൾക്കാർ എല്ലാവരും ഒന്നും പറയത്തില്ല. എന്താ അതായത് ബ്ലോഗ് ചെയ്യുന്ന കാര്യങ്ങളുള്ള ഒരു ശ്രമം കൊണ്ടാണ്. നല്ല രസമുണ്ട്. അമ്മയെ തെന്നലും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അരുവിക്കൽ അമ്പലത്തിൽ അമ്പലം. അജീഷണം കയറിപ്പോയി. റീൽസ് വീഡിയോ ഒക്കെ എടുത്ത് കയറിപ്പോയി പതുക്കെ. മീനുകളെ കണ്ടോ? മീനുകളെ
മീനുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇല്ലേ? ഹൈ, വലിയ വലിയ മീനുകൾ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മളിവിടെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ മാതൃഭൂമി ന്യൂസ് ചാനലിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവിടെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം ഇവിടെ നല്ല തിരക്കുണ്ട്. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നിങ്ങൾ വന്ന് കാണണം കേട്ടോ, നല്ല നല്ല രസമാണ്. അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് ഒരു 10:30 ആയി. അപ്പോൾ നിങ്ങൾ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് അമ്പലത്തോടാണ് പോകുന്നത്? അടുത്ത വൈക്കത്ത് അമ്പലത്തിലോട്ട് പോകുന്നതിൻ്റെ വഴിക്കുള്ളൊരു ഹോട്ടലിലോട്ട് കയറിയുണ്ട്. ഇലയിൽ ഊണെന്ന് പറഞ്ഞ് ഒരു ഹോട്ടലാണ്. ഞങ്ങൾ കുറേ ഹോട്ടലിൽ നോക്കി, അവിടെ ഒന്നും കണ്ടില്ല. അവസാനം ഇവിടെ എത്തിയപ്പോഴാണ് ഒരു ഹോട്ടൽ കണ്ടത്. ആ ഹോട്ടലിലോട്ട് കയറാൻ പോണേ. അങ്ങനെ ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. അമ്പലത്തിലോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ രാവിലെ നോൺ വെജ് കഴിക്കണമെന്ന് താല്പര്യമില്ല. അതുകൊണ്ട് ദോശയും സാമ്പാറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി. അവിടെ അനൂപണ്ണൻ ബില്ലൊക്കെ സെറ്റിൽ ചെയ്യുന്നു. എന്താ ആണോ? നടക്കുന്നു. ആൾക്കാർക്ക് നടന്നൂടെ? നമ്മള് കോട്ടയത്തൂടെ വന്ന സമയത്താണ് ഫ്രണ്ടിൽ ഫ്ലെക്സ് ഉണ്ട്. ഫ്രണ്ടിൽ ഫ്ലെക്സ് ഉണ്ട്. എന്തോ നോക്ക്. വൈക്കത്ത് അമ്പലത്തിന്റെ അടുത്ത് എത്തിയിരിക്കുന്ന വണ്ടി ഒന്ന് പാർക്ക് ചെയ്യുക, പോയി തൊഴുക. വൈക്കത്ത് അമ്പലത്തിലെത്തി. വൈക്കത്തഷ്ടനാളിൽ കണ്ട് മുല്ലപ്പൂമ്പൊടിയേറ്റ് നടക്കും കല്ലിനുമുണ്ട സൗരഭ്യം പാടി 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 നടക്കും അജീഷണ്ണ അജീഷണ്ണ. ദേവസ്വം അംഗീകൃത പാദരക്ഷകൾ സൂക്ഷിക്കുന്നു. +2 പഠിച്ച് കഴിഞ്ഞ സമയത്ത് ഞാനിവിടെ +2 പഠിക്കുന്ന സമയത്ത് ഇവിടെ വൈക്കത്തമ്പലത്തിൽ വന്നിട്ടുണ്ട്. ഒറ്റയ്ക്കല്ല, എൻ്റെ അടുത്ത് ചേട്ടനുണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, കല്യാണത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്നായിരുന്നു. സാറിൻ്റെ കല്യാണത്തിന് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്നായിരുന്നു വൈക്കത്തമ്പലത്തിൽ. അന്ന് വരുന്ന സമയത്ത് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു ഉച്ച സമയം ഇതിലേക്കൂടെ ഒന്ന് നടക്കാൻ പോലും പറ്റത്തില്ലേ. എൻ്റെ മുന്നേ ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിനുശേഷം കുറേ നാളുകൾ, ഇപ്പോൾ എത്രയോ വർഷമായി, +2 കഴിഞ്ഞ് 4-5 വർഷമായി. അതിനുശേഷം ഒന്നുകൂടെ വൈക്കത്തമ്പലത്തിൽ എത്തി. എല്ലാവരും ഉണ്ട്. നമ്മൾ ഫ്രണ്ട് വശത്തി പല വഴിപാടുകളും കാര്യങ്ങളുള്ള ഒരു അമ്പല ചുറ്റളവുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏക്കർ കണക്കിന് വിശാലമായ ഒരു അമ്പലം തന്നെയാണ് ശ്രീ വൈക്കം മഹാദേവ ക്ഷേത്രം. ഓം നമഃ ശിവായ എന്ന് പറയുന്ന നാമത്തിലോടുകൂടി തന്നെ ശിവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. അമ്പലത്തിൽ തൊഴുതൊക്കെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇനി ഞങ്ങളൊന്ന് വെളിയിൽ നിന്ന് പ്രദക്ഷിണം വെച്ചിട്ട് നേരെ അടുത്ത അമ്പലത്തിലോട്ട് പോവുകയാണ്. അടുത്ത് ഇനി ഏത് അമ്പലത്തിലോട്ട് അനുവണ്ണ പോന്നേ? അനുവണ്ണ അടുത്ത അമ്പലത്തിലോട്ട് പോന്നേ? നമ്മൾ തളി ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. ക്ഷേത്രത്തിലാണ് നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് വേറെ ലെവലാണ്. ഇവിടെ ഉള്ളവർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. സൂപ്പർ. 2 മരങ്ങൾ നടുവിൽ കൂടി പോകുന്ന ഈ റോഡ് കണ്ടോ? വികസനം വരുമ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ട് ഇവിടെ മൊട്ടക്കുന്നാവും. അതാണ് ഇപ്പോഴത്തെ ഭരണം. ഞാൻ പറയാനുള്ള കാര്യമായിട്ട് പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പല സ്ഥലങ്ങളിൽ കൂടെ നമ്മൾ പണ്ടുതൊട്ടേ യാത്ര ചെയ്യുന്നവരാണ്. പക്ഷേ ഇപ്പോഴത്തെ കുറേ അവസ്ഥകൾ തന്നെ തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനും പറയുന്നത് നിങ്ങൾ, തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ടെന്ന് പറയുന്നത് നിങ്ങൾ, അത് നശിപ്പിക്കുന്നത് നിങ്ങൾ, ലോകത്തെ നശിപ്പിക്കുന്നത് നിങ്ങൾ, ഇത് ഫേമസ് ആയി എന്നെ നശിപ്പിക്കുന്നത് നിങ്ങൾ. എന്തൊക്കെയോ വളവളാന്ന് പറയും, എനിക്കറിയത്തില്ല. നമ്മുടെ ആലപ്പുഴ തള്ളി റൂട്ടാണിത് കേട്ടോ. അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. വയലുണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലാം നല്ല പ്രേമികളുള്ള സ്ഥലമാണ്.
ഒരു ആന പോകുന്നുണ്ട്. ജസ്റ്റ് അതിന്റെ ഫ്രണ്ട് സൈഡ് മാത്രം ഞാൻ കാണിച്ചു തരാം. അത് ഏത് ആനയാണെന്ന് പറയാൻ കമന്റ് ചെയ്യാം. പറ്റുമെന്ന് നോക്കണേ. അങ്ങനെ ജസ്റ്റ് നോക്കണം ഏത് ആനയാണെന്ന് കാണാം. പാപ്പാനെ കൂടെ വേണേ നോക്കിയോ. വലിയൊരു പള്ളി കിട്ടും. ഏതാണ് ആ പള്ളി? സെന്റ് ജോൺസ്. എന്തോ എത്ര സെന്റ് ജോൺസ് പള്ളി. വായിക്കാൻ അറിയത്തില്ല. അറിയില്ല. അതുകൊണ്ട് എഴുതിയ മിൽമ. സോറി കുമരകത്തൊരു പള്ളി. കുമരകത്തെ പള്ളി എന്ന മറ്റേ ഓശാന്തി അത് തന്നെ കുമരകത്തെ യാക്കോബായ ചർച്ച്. അമ്പലത്തിന്റെ അടുത്ത് എത്താറായാണ്ട് നമുക്ക് ടൈൽസ് ഇട്ടേക്കുന്ന റോഡാണ് കേട്ടോ. ഇന്റർലോക്ക്. ആ ഇന്റർ ടൈൽസ് വീട്ടിനകത്ത് ഇന്റർലോക്ക് ഇടുവായിരിക്കും. ആ വഴി കൂടെ പോകണം. വേറെ വഴി. 4ാമത് എത്തിയ അമ്പലം തളിക്ഷേത്രം അടച്ചേക്കും കേട്ടോ. തളിയിൽ ശ്രീ മഹാദേവ ക്ഷേത്രം. അവിടെ 11:30 വരെ ഉള്ളായിരുന്നു സമയം. പക്ഷേ നമ്മൾ അമ്പലത്തിൽ ബാക്കിയുള്ള അമ്പലങ്ങളെല്ലാം നല്ല സമയം എടുത്തുകൊണ്ട് താമസിച്ചു പോയി. ഇതാണ് ലൊക്കേഷൻ. ഞങ്ങൾ അതിലേക്കൂടെ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് കൊച്ചുങ്ങളിരുന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ തിരിച്ച് നോക്കാമെന്ന്. ഞങ്ങൾ ആ സ്ഥലത്ത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അവരെ പിള്ളേരെ കാണുന്നില്ല. ഇതാണ് മീനച്ചിലാറ്. ഈ ഒരു വീടിൻ്റെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നേ ഞങ്ങൾ ഇങ്ങോട്ട്. ഇവിടുത്തെ വീഡിയോ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവുക. അമ്പല ദർശനത്തിന് വന്നേ. അമ്പല ദർശനത്തിനൊക്കെ കൂടുതലും അജീഷ് അണ്ണൻ്റെ റീൽസ് എടുപ്പായിരുന്നു കേട്ടോ അവിടെ. എന്റെ പച്ചക്കുറി പോയോടാ. പച്ചക്കറി പോയണ്ട. പോയി പച്ചക്കുറി. ബാക്കി റോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ കാണാം. ഞങ്ങളുടെ ഇവിടെ ഒരു സ്ഥലത്ത്. എവിടെയാണ് ഇത്? സ്ഥലം അറിയാം. തരാറാൻ വയ്യ. ഞങ്ങൾ വീട്ടിലോട്ട് പോവാം. കഴിക്കാനൊരു നാടൻ ഊണ് കിട്ടുന്നൊരു കടയിൽ കയറി. താണ്ടേ ഒക്കെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ. ഈ ഒരു കൊച്ചു കടയിൽ ഞങ്ങൾ ഊണ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ഈ റൂട്ടിലോട്ട് പോകുന്നവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഫുഡ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് നല്ല ഊണാണ്. നല്ല നാടൻ ഊണാണ്. ഇല്ല അണ്ണാ, നല്ല ഫുഡല്ലായിരുന്നു. ചെറിയൊരു കടയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല വീട്ടിലെ അതേ ടേസ്റ്റ് ഫുഡാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ നേരം ഒരു കരിമ്പ് ജ്യൂസ് കട ഉണ്ട്. ജ്യൂസ് കട വേറെ ഒന്നിനും അല്ല. ആദ്യം ഞങ്ങൾ നിർത്തിയത് ഞങ്ങൾക്കൊരു ഇരുമ്പ് വേണമായിരുന്നു. ഞങ്ങളൊരു കൈതച്ചക്ക കിട്ടി അത് കണ്ടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു ജ്യൂസ് ഞാൻ കുറച്ച് നേരം പറഞ്ഞായിരുന്നു കരിമ്പ് ജ്യൂസ് കട ആണെങ്കിൽ നിർത്തണേന്ന്. അങ്ങനെ കരിമ്പ് ജ്യൂസ് കട കണ്ട് ഞങ്ങൾ നിർത്തിയതാണ്. കണ്ട് ഇവിടെ ആണ്ടെ കൈതച്ചക്ക താണ്ടേ. ഈ കൈതച്ചക്ക എവിടെ നിന്നാ ഐഷണ്ണാ? കൈതച്ചക്ക നമ്മള് ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ നിൽക്കുന്ന കണ്ടു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ നോക്കി ചിരിച്ചു. ഞാനിനി കൊണ്ടുപോകും. ടേസ്റ്റ് ചെയ്ത് നോക്കണം. ജ്യൂസ് കരിമ്പിൻ ജ്യൂസ്. നമുക്ക് കിട്ടിയ കൈതച്ചക്ക കണ്ടിച്ചു തിന്നു. മധുരമുണ്ടോ? എങ്ങനെയുണ്ടാ കൈതച്ചക്ക? നല്ല ടേസ്റ്റ്. ഇത് എങ്ങനെയുണ്ട് ജ്യൂസ്? നമ്മളെ തിരിച്ച് വണ്ടി എടുക്കുകയാണ് കേട്ടോ. നമ്മുടെ വണ്ടി എന്നിട്ട് ഇവിടുന്ന് നേരെ വീട്ടിലോട്ട്. വണ്ടിയൊക്കെ എടുത്തിട്ട് ഒന്ന് ചായ കുടിച്ചിട്ട് പിരിയാന്ന് വിചാരിച്ചു. വേണ്ടേ ചായ കുടിക്കാൻ കയറി റോഡ് സൈഡിൽ. ഭരണിക്കാവ് റൂട്ടാണ് കേട്ടോ. ഭരണിക്കാവ് കൊല്ലം റൂട്ട്.